വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്ക് നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സംസാരിക്കാനുള്ളത്. എൻ്റെ ഈ ചാനൽ അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്, അതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് വീഡിയോ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. പലരും ഇമെയിൽ വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും കമൻറ്റ് സെക്ഷൻ വഴിയൊക്കെ ഓരോ വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സജഷൻസ് തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം കുട്ടികളെ ഫാമിലി വ്ളോഗ്സിൽ ഉൾപ്പെടുത്തുന്നതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ടോക്സിക് പാർട്ട്ണർ, ടോക്സിക് പാരൻസ്, അതുപോലെ ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സ്, ഇവരൊക്കെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ റിക്വസ്റ്റുകൾ വരുമ്പോൾ എനിക്ക് പൊതുവായിട്ടൊരു കാര്യം ആൾക്കാരോട് പറയണമെന്ന് തോന്നുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കണമെന്ന് വെച്ചാൽ സംസാരിക്കണ്ട ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വീഡിയോ റിക്വസ്റ്റുകൾ അയക്കുന്ന ആൾക്കാരുടെ ഒന്നും ഉദ്ദേശശുദ്ധിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അവരൊക്കെ നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് അത്തരം റിക്വസ്റ്റുകൾ അയക്കുന്നത്. ഒരു സമൂഹത്തിലെ ഒരു കാര്യം മോശമായിട്ട് ഒരു കാര്യം കാണുന്നു, അല്ലെങ്കിൽ തെറ്റായിട്ടൊരു കാര്യം അവർക്ക് തോന്നുന്നു, അതിനെപ്പറ്റി മറ്റൊരാൾ അല്ലെങ്കിൽ നമ്മൾ സമൂഹം തന്നെ ഇരുന്ന് ചിന്തിക്കണം, അതിനെപ്പറ്റി സംസാരിക്കണം, തെറ്റുകൾ തിരുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ് അവർ, അല്ലേ? അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. നമ്മൾ എന്തിനാണ് ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് ചുറ്റുമുള്ളവർ മാറണം, അല്ല, തെറ്റ് ചെയ്യുന്നവർ തിരുത്തണം, അവരെ അങ്ങോട്ട് മാറ്റിയെടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നല്ലൊരു സമൂഹം നമുക്ക് കെട്ടിപ്പടുത്തുയർത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ബട്ട് ജസ്റ്റ് സ്ലോ ഡൗൺ, യു ജസ്റ്റ് റിലാക്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് അൾട്ടിമേറ്റ് ട്രൂത്ത്. വി കാൺട്ട് ചേഞ്ച് എവ്രിവൺ. നമുക്കെല്ലാവരെയും മാറ്റാൻ പറ്റൂല. ആർക്കാണ് ഒരാളെ മാറ്റാൻ പറ്റുക? അയാൾ വിചാരിക്കാണ് നമുക്കൊരാളെ മാറ്റാൻ പറ്റുക. അയാളാണത് വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് ആരെയാണോ മാറ്റേണ്ടത് അവർ വിചാരിച്ചാലേ അവർ മാറുള്ളൂ. നമ്മൾ സിനിമയിലെല്ലാം കാണും, അല്ലേ? ഒരു മോശം വ്യക്തി ക്ലൈമാക്സിൽ അവസാനത്തെ ഫ്രെയിമിൽ അവസാനത്തെ ഷോട്ടിൽ അയാൾ നന്നാവും, ഒറ്റ സീനിൽ തീരും. ജീവിതത്തിൽ അങ്ങനെ മാറി എത്ര ആൾക്കാരുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച്. നമുക്ക് പലപ്പോഴും തോന്നും ഒരു വീഡിയോ ഇട്ടാൽ ആൾക്കാർ മാറും, ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സമൂഹം മാറും, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ജയിച്ചു കഴിഞ്ഞാൽ സത്യം ജയിക്കും. പക്ഷെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം നമ്മൾ തന്നെ പലരും സ്റ്റാറ്റസ് ഒക്കെ ഇടൂലേ? യൂഷ്വലി ചെറിയ പ്രായത്തിൽ ടീനേജിലൊക്കെ നമ്മൾ പ്രേമിക്കുന്ന സമയത്തൊക്കെ പിണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സ്റ്റാറ്റസ് ഇടും മറ്റേ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഇട്ടൊക്കെ കളിക്കും. നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? അയാൾ മാറണം, അല്ലെ? അയാൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. അയാൾ മാറി ചിന്തിക്കാനുള്ള മെസ്സേജ്. അയാൾ മാറി ചിന്തിക്കൂല. അത് അയാളെ വിചാരിക്കേണ്ട കാര്യമാണ്. കാരണം എന്താണെന്നറിയോ? ഓരോ മനുഷ്യനും മാറാനൊരു ടൈമുണ്ട്. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് മാറ് പറഞ്ഞാൽ മാറാൻ പറ്റില്ല. നമ്മളെ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കുക. അതായത് നമ്മൾ 10 വർഷം മുമ്പുള്ള നമ്മളാണോ ഇപ്പോൾ നമ്മൾ? സ്കൂളിലുള്ള ടൈമിലുള്ള നമ്മളാണോ ഇപ്പോഴത്തെ നമ്മൾ? കോളേജിലുണ്ടായിരുന്ന നമ്മളാണോ ഇപ്പോഴത്തെ നമ്മൾ? അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന നമ്മളാണോ ഇപ്പോഴത്തെ നമ്മൾ? അല്ല, എല്ലാവരും മാറിയിട്ടുണ്ട്. പക്ഷേ ആ മാറ്റങ്ങൾക്കൊരു സമയം എടുത്തിട്ടുണ്ട്. കാരണം ഓരോ ആൾക്കും ഓരോ ജേർണി ഉണ്ട്. ജീവിതം നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കും. ചിലർ പഠിക്കും, ചിലർ പഠിക്കൂല. പിന്നെയും കുറേ അനുഭവങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ പഠിക്കുമായിരിക്കും, ചിലപ്പോൾ പഠിച്ചു തന്നെ വരില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ പല ജീവിത അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ചില ആളുകൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വരുമല്ലേ? ചില പരാജയങ്ങൾ നമ്മളെ പഠിപ്പിക്കും, ചില വേദനകൾ നമ്മളെ പഠിപ്പിക്കും. പക്ഷെ അതിനൊക്കെ പഠിച്ചെടുക്കാൻ നമുക്ക് കുറേ വർഷങ്ങളെടുത്തു. അപ്പം അങ്ങനെ മാറിയ നമ്മൾ ഒരു വീഡിയോ കാണിച്ചിട്ട് ഇതാ നിങ്ങൾ ഇപ്പം തന്നെ മാറുമെന്ന് പറയുന്നത് ശരിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും മാറണം, അതായത് ഇതെല്ലാം കണ്ട് പഠിക്കുക, ഈ വീഡിയോ കാണുക, ഈ പോസ്റ്റ് കാണുക, എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊന്ന് മാറി ചിന്തിച്ചൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ദിവസം കൊണ്ട് മാറുമോ? അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കും, അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണ്ടേ? സംസാരിക്കണം. അവെയർനെസ് കൊടുക്കണം. അവെയർനെസ് വേഴ്സസ് കൺട്രോൾ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് അവെയർനെസ് കൊടുക്കാം, ബട്ട് വി ഡോണ്ട് ഹാവ് എനി കൺട്രോൾ. ആരുടെ മേലും നമുക്ക് കൺട്രോൾ ഇല്ല. അവെയർനെസ് കൊടുക്കുന്നതും ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ നോക്കുന്നതും രണ്ടും രണ്ടാണ്. ആ മനുഷ്യൻ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം, അവെയർനെസ് കൊടുക്കുന്ന അയാൾക്ക് സ്വീകരിക്കാനുള്ള ഒരു ബോധമുണ്ടെങ്കിൽ അയാൾ സ്വീകരിക്കും, അല്ലെങ്കിൽ അയാൾ സ്വീകരിക്കൂല. ബോധമില്ലാത്ത ഒരാളെടുത്ത് പോയിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുത്തിട്ട് കാര്യമില്ല. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം മഹാഭാരതം, ഭഗവത്ഗീത ചൊല്ലിക്കൊടുക്കുന്നു ശ്രീകൃഷ്ണൻ അർജുനൻ, അല്ലേ? ഭഗവത്ഗീത കഥയിൽ എന്താ പറയുന്നത്? ഭഗവത്ഗീത അർജുനനെ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് അർജുനനെ അത് കേട്ടുള്ളൂ, വേറെ ആരും അത് കേട്ടില്ല. കാരണം അർജുനനെ അത് ഗ്രഹിക്കാനുള്ള ബോധമുള്ളൂ. അതായത് നമ്മളൊരു ഷിഫ്റ്റ് ആഗ്രഹിക്കുന്ന ടൈമിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിലേക്ക് പോവുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ എന്തുദ്ദേശത്തോടെയാണ് പല വീഡിയോസും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരിലേക്ക് അതെത്തട്ടെ. അല്ലാണ്ട് ഈ വീഡിയോ എല്ലാവരും കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും മാറാൻ പോകുന്നില്ല. പക്ഷേ നമ്മളുടെ ഒരു ജേണിയിൽ നമ്മൾ ഈ മാറ്റം ആഗ്രഹിക്കുന്ന ടൈമിൽ നമ്മൾക്ക്, ഞാൻ പോലും എൻ്റെ മാറ്റങ്ങളിൽ പല ആൾക്കാരുടെയും ഉപദേശങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പല ആൾക്കാരുടെയും വാക്കുകൾ എനിക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്, പ്രചോദനമായിട്ടുണ്ട്. അപ്പം എൻ്റെ വാക്കുകൾ അങ്ങനെ അത്തരത്തിൽ ആരെങ്കിലും ഞാൻ പഠിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ആ ജേണിയിലുള്ള ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടാലേ ഉള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം, ഈ മഹാഭാരതം തന്നെ എടുക്കാം. ശ്രീകൃഷ്ണൻ ഭഗവാനാണ് അല്ലേ, ഗോഡാണ്. ശ്രീകൃഷ്ണന് വേണമെങ്കിൽ മഹാഭാരത യുദ്ധം ഇല്ലാണ്ടാക്കാലോ, പക്ഷെ ഇല്ലാണ്ടാക്കിയോ? അല്ലെങ്കിൽ പല ആൾക്കാരിലും നന്മ, അതായത് ദുര്യോധനന്റെ മനസ്സിൽ നന്മ നിറച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ മഹാഭാരത യുദ്ധം തന്നെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ചെയ്തില്ല. എന്തുകൊണ്ട്? ഭഗവാനും കൺട്രോൾ ഇല്ല. ഭഗവാനും നമ്മളെ അങ്ങനെ വിടാണ്. നമ്മൾ തന്നെ ആ മാറ്റത്തിന് തയ്യാറായി മാറിയാലേ ഉള്ളൂ. അപ്പം ദൈവത്തിന് കൺട്രോൾ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് ഒരാളിൽ കൺട്രോൾ എടുക്കാൻ പറ്റുക? അതേപോലെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ എപ്പോഴും ദുഃഖം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, ഇയാൾ എന്നിട്ടും ദുഃഖിക്കുകയാണ്. അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ, ആക്ഷൻ എടുക്കേണ്ടത് അയാളാണ്. അപ്പം നമ്മളുടെ കയ്യിൽ കൺട്രോൾ ഇല്ല എന്നുള്ളത് ഇതൊരു സെൽഫ് ആക്സെപ്റ്റൻസ് ആണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മനസ്സിനെ മാത്രമാണ്, നമ്മുടെ ചിന്തകളെ മാത്രമാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും വിഷമം തോന്നും. അതായത് നമുക്ക് എല്ലാവരും രക്ഷിക്കാൻ പറ്റുന്നില്ല, നമുക്ക് എല്ലാവരുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് അവരെ നന്നാക്കാൻ പറ്റുന്നില്ല, എല്ലാവരെയും മാറ്റാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മളുടെ ഉള്ളിലെ ഒരു കമ്പാഷൻ ഇല്ലാണ്ടാവേണ്ട ആവശ്യമില്ല. ശരിക്കും നമുക്കൊരു പോയിന്റിലെത്തുമ്പോൾ എല്ലാവരോടും നമുക്കൊരു കൈൻഡ്നസ് തോന്നും. അയ്യോ അവർക്ക് നല്ലത് വരട്ടെ, അതായത് അവർക്ക് നല്ലത് വരട്ടെ എന്ന രീതിയിൽ ആരും വിഷമം അനുഭവിക്കുന്ന ആൾക്കാരോടായിക്കോട്ടെ, ഇങ്ങനെ ദേഷ്യം കാണിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അയ്യോ ഈ കുട്ടിക്കൊന്നും അറിയില്ലല്ലോ, ആ ഒരു ചിന്ത വരും. പക്ഷെ എല്ലാവരോടും കരുണയോടെ നമുക്ക് പെരുമാറാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ പല ആൾക്കാരും ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ വിഷമിക്കല്ലേ, അല്ലെങ്കിൽ പല ആൾക്കാരും ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഇറിറ്റേറ്റഡ് ആവുന്നു, ദേഷ്യം വരുന്നു. ഇവരെന്താണ് ചെയ്തു കൂട്ടുന്നത്, സമൂഹത്തിൽ എന്താണ് ഇവർ ചെയ്യുന്നത്, എന്ത് മെസ്സേജസ് ആണ് ഇവർ കൊടുക്കുന്നത്, നമ്മൾ ഇറിറ്റേറ്റഡ് ആവാണ്. ബേസിക്കലി നമ്മളെ ശരിക്കും സഫർ ചെയ്യിപ്പിക്കുന്നത് ആ സംഭവങ്ങളല്ല, ആ സംഭവങ്ങൾ കാരണം നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകളാണ്, അല്ലെങ്കിൽ ആ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലുണ്ടാക്കുന്ന കഥകളാണ്. ഇപ്പോൾ ഒരാൾ ഒരു വാക്ക് പറഞ്ഞു, അതൊരു 5 സെക്കൻഡ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓക്കെ. ആ വാക്ക് തന്നെ ഒരു 5 ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാലോ, അല്ലെങ്കിൽ 5 മാസം, അല്ലെങ്കിൽ 5 വർഷം. പല ആൾക്കാരും വർഷങ്ങളായിട്ട് പണ്ട് ആരോ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൻ എന്നെ അന്ന് അങ്ങനെ പറഞ്ഞു, എന്നെ അങ്ങനെ ഇതാക്കി, ഓനോട് ദൈവം ചോദിക്കൂ. പക്ഷേ ഇയാളുടെ ഉള്ളിലെ സഫറിങ് ഇയാൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയാണ്, ചിന്തകളുടെ ഒരു ഫാക്ടറിയാണ് നമ്മുടെ മനസ്സ്. അതിൻ്റെ ഡ്യൂട്ടി തന്നെ ഇങ്ങനെ ചിന്തകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം, ഓരോ ദിവസവും നമുക്ക് ആയിരക്കണക്കിന് ചിന്തകളാണ് വരുന്നത്. പ്രശ്നം എന്താ പറയുക, ചിന്തകൾ വരുന്നതല്ല പ്രശ്നം, ഏത് ചിന്തയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ് പ്രശ്നം. ഒരു ചെറിയ സംഭവം നടന്നു കഴിഞ്ഞാൽ മനസ്സ് അതിനെക്കുറിച്ചിട്ടുള്ള കഥകൾ എഴുതാൻ തുടങ്ങും. ഇപ്പോൾ ഒരാൾക്ക് എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാനൊരു ഫെയിലറാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്ന കാര്യം ചെയ്യുന്നു, അതെന്നെ ആലോചിച്ച് ഇങ്ങനെ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ഓരോന്ന് കണ്ട് കമ്പയർ ചെയ്തിട്ട് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെയാണ്, ഞാൻ എന്താണ് ഇങ്ങനെ, ഞാനൊരു ഫെയിലറാണ്, എന്നെ കാണാൻ ഭംഗിയില്ല. അത് യാഥാർത്ഥ്യമല്ല, അത് മനസ്സിൻ്റെ ഒരു ചിന്തയാണത്. എല്ലാ ചിന്തകളും സത്യമല്ല. ഞാൻ വളരെ വൈകി മനസ്സിലാക്കിയൊരു കാര്യമാണ്. നമ്മുടെ മനസ്സ് നല്ലൊരു സ്റ്റോറി ടെല്ലറാണ്. ഈ സ്റ്റോറി ടെല്ലേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, അവരെപ്പോഴും സത്യം തന്നെ പറയണമെന്നില്ല, കുറേ എക്സാജറേറ്റ് ചെയ്യാൻ കുറേ മസാലാസൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളെ നോക്കാണ്ട് മൈൻഡാക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് പറയും ഓ ജാട, അല്ലെങ്കിൽ എന്നെ ഓന് ഇഷ്ടമല്ല. അത് മനസ്സ് അതിനനുസരിച്ചുള്ള കഥകൾ എഴുതാൻ തുടങ്ങും. ചിലപ്പോൾ ഈ പോയ ആൾക്കാർ തിരക്കിൽ പോയതായിരിക്കും, അവർ ചിലപ്പോൾ നമ്മളെ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യം എന്താണ്? കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം എന്താണ്? ഇനി ആ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് നിങ്ങൾ എത്ര ദിവസം ചിന്തിച്ചു? ഒരു സംഭവത്തിനേക്കാളും നമ്മളെ വിഷമിപ്പിക്കുന്നത് അതിനെപ്പറ്റി നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. നമ്മളിവിടെ വന്നത് ആരെയും മാറ്റാനല്ല, ഓരോ സംഭവത്തിൽ നിന്നും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മളിവിടെ ആരെയും മാറ്റാൻ വന്നതല്ല, നമ്മൾ പല പാഠങ്ങൾ പഠിക്കാൻ വന്നതാണ്. മാറേണ്ട ആൾക്കാർ ആ ജേണിയിലാണെങ്കിൽ മാറും, അല്ലെങ്കിൽ മാറൂല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ ആളുടെയും പ്രവൃത്തി കണ്ടിട്ട് അവരെ ജഡ്ജ് ചെയ്യുമ്പോൾ ശരിക്കും വിഷമിക്കുന്നത് നമ്മളാണ്, അല്ലേ? ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ കുട്ടീനെ കാണിക്കുകയാണ്, അവരുടെ മകളെ കാണിക്കുന്നു, വീഡിയോയിൽ കാണിക്കുന്നു, അല്ലെങ്കിൽ കുറേ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പലരും പൈസ കൊണ്ടുപോയി ചിലവാക്കുന്നു. നിങ്ങൾക്ക് ഇതെല്ലാം കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നു.
ആരാണ് ഫൈനലി വിഷമിക്കുന്നത്? നമ്മളുടെ മനസ്സ് മുഴുവൻ നേരം ആരാണ് ശരി, ആരാണ് തെറ്റ്, ഈ ഒരു ചിന്തയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കും. നമ്മുടെ ജീവിതം വളരെ വളരെ ശാന്തമാവുന്നൊരു നിമിഷമുണ്ട്. എല്ലാ മനുഷ്യരെയും വിധിക്കേണ്ട അവകാശം നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ദിവസം നമ്മൾക്ക് കുറച്ച് ശാന്തത കിട്ടും. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഭാരം കുറച്ച് കുറയുന്നത് പോലെ തോന്നും. കാരണം നമ്മൾ ഈ ലോകത്തെ ചുമക്കാൻ വന്ന ആൾക്കാരല്ല, നമ്മൾ ബോധത്തോടെ ജീവിക്കാൻ വന്ന ആൾക്കാരാണ്. പുറത്തുനിന്നുള്ള ഒരാളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ പ്രവർത്തികൾ ചെയ്യുക, നമ്മളുടെ ഉള്ളിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കുക, പുറത്തത്തെ കാര്യം ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. എല്ലാവരും ആരെങ്കിലും ഇങ്ങനെ ജഡ്ജ് ചെയ്യും. ആരാണ് നല്ലവൻ, ആരാണ് മോശം, ആരാണ് ഫേക്ക്, ആരാണ് റിയൽ. പക്ഷെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മളുടെ സമയം മറ്റുള്ളവരുടെ ജീവിതത്തെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതം ജീവിക്കാൻ നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത്? നമ്മൾ ഒരാളെ വെറുക്കുമ്പം ആദ്യം മനസ്സമാധാനം പോകുന്നത് നമ്മളുടെ തന്നെയാണ്. നമ്മൾ ഒരാളോട് ഇങ്ങനെ ഫോർഗീവ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ, ഫോർഗീവ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ അയാളെ സ്നേഹിക്കണം എന്നല്ല. ഫോർഗീവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നത് നിങ്ങളെ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കണം. ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്താലും നിങ്ങൾ അങ്ങോട്ട് എഫക്റ്റ് ചെയ്യൂല. അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും തെറ്റുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കേണ്ടത്. എല്ലാം സംസാരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവയർനെസ് വേഴ്സസ് കൺട്രോൾ, ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് അവയർനെസ് ആണ് കൊടുക്കേണ്ടത്. കൺട്രോൾ ഇല്ലാന്നുള്ള അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ റിക്വസ്റ്റുകളൊക്കെ അയക്കുന്ന ആൾക്കാരോടും വീഡിയോ കാണുന്ന ആൾക്കാരോടൊക്കെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എല്ലാ പ്രശ്നങ്ങളും തീരുന്നൊരു ദിവസം ഇല്ല. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എല്ലാ പ്രശ്നങ്ങളും തീരുന്ന അങ്ങനെയൊന്നും ഇല്ല. എല്ലാ പ്രശ്നങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോഴും നമ്മൾ മനസ്സ് ശാന്തമായിട്ട് ഇരിക്കുക എന്നതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം. പെർഫെക്റ്റ് ലൈഫല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീസ്ഫുൾ മൈൻഡാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ചിന്തകളൊക്കെ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം എനിക്കറിയില്ല ഞാൻ ഇതൊക്കെ ചെയ്തിട്ടാണോ എനിക്കിത് പണ്ടത്തെ അത്ര എഫക്റ്റ് ചെയ്യുന്നില്ല പ്രശ്നങ്ങൾ. അവയർനെസ് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൺട്രോൾ ഇല്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. അപ്പം ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അതിങ്ങനെ ഒബ്സർവ് ചെയ്യുക, അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കരുത്. പണ്ട് എനിക്ക് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത്, ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും, ഈ ബസ് ഇപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ മരിച്ചുപോയല്ലേ എൻ്റെ വീട്ടുകാരൊക്കെ വിഷമിക്കൂലേ. പിന്നെ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങോട്ട് ആലോചിച്ച് കരയും ബസ്സെന്ന്. ഇങ്ങനെ പോവും. ബോധമുണ്ടെങ്കിൽ നമുക്ക് ഇത് ആ ഫസ്റ്റ് തോട്ടം തന്നെ അത് നിർത്താൻ പറ്റും. ആ സമയത്ത് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ആലോചിക്കാം അല്ലേ. ഇപ്പം നമുക്ക് ജോലി പോയി കഴിഞ്ഞിട്ട് അങ്ങനെയാവുന്നു ഇങ്ങനെയാവുന്നു, എല്ലാം ഫുൾ നെഗറ്റീവ്. അതിന് പകരം അല്ല, ഈ ജോലി പോയാൽ എനിക്ക് വേറെ ജോലി കിട്ടി, അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചിന്തിക്കാമല്ലോ. നമ്മളെ ചിന്തകളെ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഓവർ തിങ്കിങ് കുറച്ചൊക്കെ കുറക്കാൻ പറ്റും. ലോകം മാറുന്നത് ഒരുമിച്ചല്ല. നമുക്ക് ബോധം ഉണ്ടാവുന്ന ടൈമാണ് ഈ ലോകം മാറുക. ബി അവെയർ. നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളിൽ വർക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ചുറ്റുള്ളത് മാറും. കുറേ ഇങ്ങനെ മെസ്സേജ് വന്നപ്പോൾ എനിക്ക് എല്ലാവരോടും നിങ്ങളൊന്ന് ശാന്തമായിട്ടിരിക്കൂ, മനസ്സൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഒരുപാട് ചിന്തകളിലൂടെ പോകുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ഇടണമെന്ന് തോന്നിയത്. സോ ജസ്റ്റ് സ്ലോ ഡൗൺ, റിലാക്സ്, കാം ഡൗൺ, ഓക്കെ, ആൻഡ് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ബാക്കിയുള്ളത് മാറിക്കോളും. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ അടുത്ത വീഡിയോകളിൽ ഒരുപാട് വിഷയത്തിനെ പറ്റി സംസാരിക്കും. പക്ഷേ ഇത് ഫസ്റ്റ് തന്നെ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. ആൻഡ് ഇഫ് ഐ വോണ്ട് ടു സമ്മറൈസ് ദിസ്, മെയിൻ തിങ്, നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ല. ഓക്കെ, സിനിമയിൽ മാത്രമേ നടക്കുള്ളൂ, ജീവിതത്തിൽ നടക്കില്ല. അവർ വിചാരിച്ചാലേ നമുക്ക് അവരെ മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും കേൾക്കൂല. ആരാണോ ആ ലെവലിലുള്ള, നമ്മളുടെ ആ ലെവലിലുള്ള ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ തന്നെ നമ്മളെപ്പറ്റി മനസ്സിലാവും. നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഒരു മാറ്റങ്ങളൊക്കെ നമുക്കുണ്ടായത്. അതുപോലെ എല്ലാവർക്കും അവരവരുടെ ജേണി ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ടൈമിങ്ങിനനുസരിച്ചാണ് അവരുടെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുക. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ആൻഡ് അവയർനെസ് വേഴ്സസ് കൺട്രോൾ, ഇത് മനസ്സിലാക്കണം. ഭഗവാന് തന്നെ ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, ആരെയും മാറ്റാൻ പറ്റിയിട്ടില്ല, ദുഃഖങ്ങളില്ലാണ്ടാക്കാൻ പറ്റിയിട്ടില്ല മറ്റുള്ളവരുടെ. അപ്പോൾ നമ്മൾക്കും പലതിലും കൺട്രോൾ ഇല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് വി ആർ നോ വൺ ടു ജഡ്ജ് അതേഴ്സ്. ദർ ഇസ് നോ പോയിന്റ് ഇൻ ജഡ്ജിങ്. ഇപ്പം ജഡ്ജിങ് ഇൻ ദ സെൻസ് അയാൾ അങ്ങനെ ചെയ്തു, അയാൾ എങ്ങനെ ചെയ്തു, അയാൾ അങ്ങനെയല്ല, അയാൾ ഫേക്കാണ്, അയാൾ റിയലാണ്. നോ പോയിന്റ് ഇൻ ജഡ്ജിങ് അതേഴ്സ്. ആ വ്യക്തി മാറാൻ തയ്യാറാണെങ്കിൽ മാറും, അല്ലെങ്കിൽ മാറൂല, അത്ര തന്നെ. നമ്മളിതിരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ആൻഡ് ഈ ജഡ്ജ്മെൻറ്റ് പറയുന്ന സമയത്ത് ഒരാൾ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യണം, ഇയാൾ ചിലപ്പോൾ എന്നെ ദ്രോഹിക്കും. ആ ജഡ്ജ്മെൻറ്റ് വേറെ, ഇപ്പോൾ വേഗം ഇയാളിൽ നിന്ന് രക്ഷപ്പെടണം, അത് വേറെ ജഡ്ജ്മെൻറ്റ്. ഞാൻ പറയുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡാണ്
ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ജീവിതം ജീവിക്കാൻ മറന്നിട്ട് മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾക്ക് കൈൻഡ്നെസ് അല്ലെങ്കിൽ കരുണ നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ആൾക്കാരോട് കരുണയോടെ ആൾക്കാരെ കാണാൻ നമ്മൾ പഠിക്കണം. നമ്മൾക്ക് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾക്ക് സഹായിക്കാം. എല്ലാവരെയും സഹായിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മളിവിടെ ആരെയും മാറ്റാൻ വന്നതല്ല. നമ്മൾ ഈ ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. പലതും പ്രോസസ്സ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. സോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എന്ത് പഠിക്കണം, അതെങ്ങനെ പ്രോസസ്സ് ചെയ്യണം എന്നതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് നമ്മളിൽ തന്നെ വർക്ക് ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ലോകം മാറുന്നത് എല്ലാവരും മാറുമ്പോഴല്ല, നമ്മളുടെ ഉള്ളിലെ ബോധം ഉണരുമ്പോഴാണ് നമ്മൾ മാറുമ്പോഴാണ് ലോകം മാറുക. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.